الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ ആശയ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖിയാമ പഠനം ആരംഭിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة. ഈ അധ്യായത്തിന്റെ പേര് ഒന്നാമത്തെ സൂക്തത്തിൽ നിന്ന് തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അൽ ഖിയാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അവതരണ കാലം മക്കയാണ്. പൊതുവെ ഈ വിഭാഗം സൂറകൾ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറകളുടെ അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവതരിക്കുന്നത്. അവതരണ ക്രമം 31-ാമത്തെ സൂറയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അവതരണ ക്രമം അനുസരിച്ച് ആകെ സൂക്തങ്ങൾ 40 ഖുർആനില് 40 സൂക്തങ്ങളുള്ള മറ്റൊരു സൂറ കൂടിയുണ്ട്. അത് സൂറ അൻ-നബ ആണ്, അഥവാ അമ്മ യതസാഅലൂൻ. 2 ഖണ്ഡികകളായിട്ടാണ് സൂറത്തുൽ ഖിയാമ അവതരിച്ചിരിക്കുന്നത്. അൽ ഖിയാമ എന്നത് ഈ അധ്യായത്തിന്റെ പേര് മാത്രമല്ല, മറിച്ച് ഉള്ളടക്കത്തിന്റെ തലക്കെട്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുഖ്യ വിഷയം ഖിയാമത്ത് തന്നെയാണ്, അഥവാ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ അധ്യായത്തിലെ മുഖ്യ വിഷയം. ഈ സൂറയുടെ അവതരണ കാലം കൃത്യമായിട്ട് നിർണയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രവാചകത്വത്തിന്റെ ആദ്യ കാലത്ത് അവതരിച്ച സൂറകളിൽ ഒന്നാണ് എന്ന് ഉള്ളടക്കം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഖിയാമത്തുമായി ബന്ധപ്പെട്ട സൂറയാണ് ഇനി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്തുമായി ബന്ധപ്പെട്ട വചനങ്ങൾ അവതരിച്ചു കൊണ്ടിരിക്കെ ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇടക്ക് വെച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യം ഈ സൂറയിൽ ഉണർത്തുന്നുണ്ട്. 16 മുതൽ 19 വരെയുള്ള 4 സൂക്തങ്ങളിലായിട്ട് ഈ ദിവ്യ വെളിപാട് ധൃതിയിൽ ഗ്രഹിച്ചെടുക്കാനായിട്ട്, അഥവാ മനഃപ്പാഠമാക്കാൻ വേണ്ടി താങ്കൾ നാവിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. വചനങ്ങൾ ഓതിത്തരേണ്ടതും താങ്കളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അതിനാൽ നാം ഓതിത്തരുമ്പോൾ താങ്കൾ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുക എന്നൊരു നിർദ്ദേശം ഈ സൂറയിൽ വരുന്നുണ്ട്. മാത്രമല്ല, നാം തന്നെ ഓരോ സൂക്തത്തിൻ്റെയും താല്പര്യവും താങ്കൾക്ക് മനസ്സിലാക്കി തരും എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം വചനങ്ങൾ മുഖ്യ വിഷയമായ പരലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. എന്താണ് ഇടക്ക് വെച്ച് ഇങ്ങനെയൊരു ഉണർത്തൽ? ജിബ്രീൽ അലൈഹിസ്സലാം വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ അത് മറന്നു പോകുമോ എന്ന ആശങ്ക അവിടുത്തെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു ആദ്യ നാളുകളിൽ. അതിനാൽ നിരന്തരം ആവർത്തിച്ച് വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയെ പോലെ അവിടുന്ന് നിരന്തരം വചനങ്ങൾ ആവർത്തിച്ച് ഉരുവിടാണ്.
ഈ സംഭവം നടക്കുന്നത് എപ്പോഴായിരിക്കും? തീർച്ചയായും പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിലായിരിക്കും. ഒരു പുതിയ അനുഭവമായിട്ട് വഹയി അവതരിച്ചു തുടങ്ങിയ ആദ്യ നാളുകളിലായിരിക്കും. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ സൂക്തങ്ങളിൽ ഉണർത്തുന്നുണ്ട്. ഖുർആനിൽ വേറെ 2 സന്ദർഭങ്ങളിലാണ് ഇതേ ഉണർത്തൽ വരുന്നത്. ഒന്ന് നാം പഠിച്ച സൂറത്ത് ത്വാഹയാണ്, മറ്റൊന്ന് ഇനി വരാൻ പോകുന്ന സൂറത്തുൽ അഅലയാണ്. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ശൈലിയിൽ തന്നെ ഉണർത്തുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ അഅലയിലും എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ ആ ഒരു കാലഘട്ടം ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിനെ സ്വീകരിച്ച് ശീലിച്ചു. അതുകൊണ്ട് തന്നെ മറ്റെവിടെയും ഖുർആനില് ഈ ഒരു നിർദ്ദേശം ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് സൂറത്തുൽ ഖിയാമ അവതരിച്ചത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. സൂറത്തുൽ ഖിയാമയിലെ ഉള്ളടക്കം എന്താണ്? ഇനിയുള്ള സൂറകൾ അധികവും അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് തോരാമഴ പോലെ തുടരെ ഒരേ കാലഘട്ടത്തില് വചനങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വിഷയങ്ങൾ മുഖ്യമായിട്ടും ഏകദൈവത്വവും പരലോകവും തന്നെയാണ്. അഥവാ വിശ്വാസ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇനിയുള്ള സൂറകൾ മുന്നോട്ട് പോവുക. ശൈലി വൈവിധ്യം കൊണ്ട് അതിസമ്പന്നമാണ് ഇനി വരാൻ പോകുന്ന സൂറകൾ. സംക്ഷിപ്തമാണ്, എന്നാൽ അർത്ഥസമ്പുഷ്ടമാണ്, അതിശക്തമായ, മനസ്സിൽ തുളഞ്ഞു കയറുന്ന കാവ്യാത്മകമായ ശൈലിയാണ് എന്നതൊക്കെ ഇനി അങ്ങോട്ടുള്ള സൂറകളുടെ പ്രത്യേകതയാണ് എന്ന് കാണാം. സൂറത്തുൽ ഖിയാമ മുഖ്യമായിട്ടും പരലോക നിഷേധികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അവരുടെ സംശയങ്ങൾ ഓരോന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്, വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എന്ന് കാണാം. വളരെ ഭദ്രമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടി ഉയർത്തെഴുന്നേൽപ്പിനെയും പരലോകത്തിന്റെ സാധ്യതയെയും ഈ സൂറ അനാവരണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പരലോക നിഷേധത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ്? യഥാർത്ഥത്തില് ആലോചിച്ച് നോക്കിയാൽ എന്തായിരുന്നു മക്കക്കാരുടെ പ്രശ്നം? അവരുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നോ? ഒരുപാട് അന്വേഷണ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഒടുവിൽ വേണ്ടെന്ന് വെച്ചതാണോ? അങ്ങനെയൊന്നുമല്ല. പിന്നെയോ, അവരുടെ താല്പര്യങ്ങൾക്ക് അഥവാ ദേഹേച്ഛകൾക്ക് പരലോക ചിന്ത തടസ്സമാകും. ഇതായിരുന്നു അവരുടെ അടിസ്ഥാന പ്രശ്നം. പരലോകത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവനവന്റെ താല്പര്യമനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ വിഷയം അങ്ങ് വിട്ടേക്കാം, കഴിയും വിധത്തിലൊക്കെ അതിന് എതിരായിട്ട് നിൽക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം ഈ സൂറ ജനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്താണ്? നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ സമയം വന്നെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ കർമ്മങ്ങൾ കൺമുമ്പിൽ ഹാജരാക്കപ്പെടും. കർമ്മപുസ്തകം ലഭിക്കുന്ന, മരണമെത്തുന്ന നേരത്ത് ഓരോ ആളും അവനവന്റെ നിലപാടും ഭാവിയും ഒക്കെ തിരിച്ചറിയും എന്നുള്ളതാണ് ഈ സൂറ മുഖ്യമായും ഊന്നുന്ന കാര്യങ്ങൾ. 1 മുതൽ 6 വരെ സൂക്തങ്ങളില് അന്ത്യനാളിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല മനുഷ്യനിലെ നിരൂപണ മനസ്സിനെ സത്യം ചെയ്തുകൊണ്ടും ആ നാൾ സംഭവിക്കുമെന്നതിനുള്ള മനഃശാസ്ത്രപരമായ തെളിവ് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണായ മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് വളരെ യുക്തിഭദ്രമായ, ആരെയും അതിശയിപ്പിക്കുന്ന ഒരു മറുപടി ഈ സൂറയിൽ വരുന്നുണ്ട്. 7 മുതൽ 15 വരെയുള്ള സൂക്തങ്ങളില് അന്ത്യദിനത്തിനായി ധൃതി വെച്ച് ബഹളം വെക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. എന്നാൽ അത് സംഭവിച്ചാൽ രക്ഷ എവിടെ എന്ന് അന്വേഷിച്ച് മനുഷ്യൻ നിസ്സഹായനായിട്ട് പരക്കം പായുന്നത് കാണാം. ഐനൽ മഫർ എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്ത് നിന്ന് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത് കാണാം. തുടർന്ന് 16 മുതൽ 19 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ പറഞ്ഞ വിഷയം ഉണർത്തുകയാണ്. ഖുർആൻ അവതരണത്തിന് അതിൻ്റെതായ ഒരു ക്രമമുണ്ട്. അതിനായി ധൃതി കാട്ടേണ്ടതില്ല. ശാന്തചിത്തനായി അത് സ്വീകരിച്ച് ജനത്തിനെത്തിക്കുക, മനസ്സ് അസ്വസ്ഥമാകാതിരിക്കുക,
നാം കൂടെ തന്നെയുണ്ട് എന്ന് അള്ളാഹു ആത്മവിശ്വാസം പകരുന്ന സൂക്തങ്ങളാണ് എന്ന് കാണാം. 20 മുതൽ 25 വരെ പരലോക നിഷേധികളുടെ വാദങ്ങൾ നിരർത്ഥകമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുന്നു. അഥവാ ഭൗതിക താല്പര്യങ്ങളാണ് പരലോക നിഷേധത്തിന്റെ പിന്നിൽ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ആ ആയത്തുകളിൽ. അന്ന് മനുഷ്യര് സന്തോഷമുള്ളവരും ദുഃഖിതരുമായിട്ട് 2 വിഭാഗങ്ങളായി മാറും എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. 26 മുതൽ 40 വരെയുള്ള സൂക്തങ്ങളിൽ മനുഷ്യൻ കടിഞ്ഞാണില്ലാത്ത കുതിരയൊന്നുമല്ല. അള്ളാഹു അവന്റെ മേൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ മരണത്തിന്റെ അതിഭയാനകമായ നിമിഷങ്ങൾ അങ്ങനെ തന്നെ ഈ സൂക്തങ്ങളിൽ ചിത്രീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഭയാനകമായ മരണനിമിഷം. നിസ്സഹായനായിട്ട് പിന്നീട് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു. മരിച്ചല്ലേ പറ്റുള്ളൂ. എല്ലാവരും ആ ഒരു കവാടത്തിലൂടെ കടന്നു പോയേ പറ്റും. അതിനെക്കുറിച്ച് വല്ലാത്തൊരു ശൈലിയിൽ ഈ സൂറ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് മുമ്പിൽ നടക്കുന്ന മരണങ്ങളിൽ നാം കാണുന്നത്, മരണപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്നത് അങ്ങനെ തന്നെ അള്ളാഹു ചിത്രീകരിക്കാൻ. നിസ്സഹായനായിട്ട് പിന്നീട് ദൈവസന്നിധിയിൽ എത്തേണ്ടി വരും, ഉറപ്പാണ്. ഒരു ഇന്ദ്രിയ കണത്തിൽ നിന്ന് മനുഷ്യനായി പടച്ച അള്ളാഹുവിന് അതേ മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാകുമോ എന്ന ചോദ്യത്തോടെയാണ് സൂറത്തുൽ ഖിയാമ പൂർണ്ണമാകുന്നത് എന്ന് കാണാം. കഴിയുന്നതും കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പരലോക ബോധം വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു സൂറയാണ് സൂറത്തുൽ ഖിയാമ. നമുക്ക് തിരിച്ചറിവുകൾ നേടുവാൻ, കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അവനവനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുവാൻ ഈ സൂറ തീർച്ചയായിട്ടും ഏറെ പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.